അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യ ശരീരത്തിലെ അത്ഭുതകരമായ ഒരു അവയവമാണ് ഹൃദയം എന്ന് പറയുന്നത്. പണ്ഡിതന്മാർ രണ്ടു തരം ഹൃദയങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അതിലൊന്നാമത്തത് ഖൽബുൽ ജസദ് അഥവാ ശരീരത്തിലെ ഹൃദയമാണ്. ഈ ശരീരത്തിലെ ഹൃദയത്തെക്കുറിച്ച് അത്ഭുതകരമായ വിവരങ്ങൾ ശാസ്ത്രലോകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മാതാവിൻ്റെ ഗർഭപാശയത്തിൽ ഒരു ഭ്രൂണം വളർന്ന് 4 മാസവും 10 ദിവസവും ആകുമ്പോൾ അതിൻ്റെ ഹൃദയം മിടിക്കാൻ തുടങ്ങുമെന്നാണ്. 2 അടിയറകളും 2 മുകളറകളും അങ്ങനെ 4 അറകളായിട്ടാണ് ഹൃദയത്തെ തരംതിരിച്ചിരിക്കുന്നത്. ഇതിലെ അടിയിലെ അറകൾ രക്തം സ്വീകരിക്കുകയും മുകളിലെ അറകൾ രക്തം പുറന്തള്ളുകയും ചെയ്യുന്നു എന്നാണ് ശാസ്ത്രം പറയുന്നത്. നമുക്കറിയാം, ആരോഗ്യവാനായ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരു മിനിറ്റിൽ 72 തവണ ഹൃദയം പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. അഥവാ 24 മണിക്കൂർ, ഒരു ദിവസത്തിൽ 1,3680 തവണ നമ്മുടെ ഹൃദയം അങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ ഏതാണ്ട് എല്ലാ അവയവങ്ങളും വിശ്രമിക്കുന്ന ഒരു സമയമുണ്ട്, കണ്ണ്, ചെവി പോലുള്ള മുഴുവൻ അവയവങ്ങളും. അതേസമയം ഒരിക്കലും വിശ്രമിക്കാത്ത ഒരു അവയവം അത് ഹൃദയം മാത്രമാണ്. മനുഷ്യ ശരീരത്തിലെ ഹൃദയം വിശ്രമിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനുഷ്യൻ മരിച്ചു എന്നാണ്. അപ്പം ഇങ്ങനെ ഖൽബുൽ ജസദിനെ കുറിച്ച്, മനുഷ്യ ശരീരത്തിലെ ഹൃദയത്തെക്കുറിച്ച് ധാരാളം നമുക്കിങ്ങനെ മനസ്സിലാക്കാനും അറിയാനുമൊക്കെ കഴിയും. ഉലമാക്കൾ വിശദീകരിച്ച രണ്ടാമത്തെ ഇനം ഹൃദയം എന്ന് പറയുന്നത് അത് ഖൽബുൻ നഫ്സാണ്, അഥവാ മനസ്സിൻ്റെ ഹൃദയം എന്നാണ് അതിന് പറയാറുള്ളത്. യഥാർത്ഥത്തിൽ ശരീരത്തിലെ ഹൃദയത്തിൻ്റെ ധർമ്മമല്ല മനസ്സിൻ്റെ ഹൃദയത്തിനുള്ള ധർമ്മം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ മനുഷ്യർ ഹൃദയങ്ങൾ മാറ്റിവെക്കാറുണ്ട്. അതിൽ പലപ്പോഴും പല ജാതിക്കാരുടെയും മതക്കാരുടെയും വിദ്യാഭ്യാസമുള്ളവൻ്റെയും ഇല്ലാത്തവൻ്റെയും ഒക്കെ ഹൃദയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിവെക്കേണ്ടി വരുമ്പോൾ നൽകാറുണ്ട്. പക്ഷെ അത്തരം ഹൃദയം മാറ്റിവെക്കുമ്പോൾ മനുഷ്യൻ്റെ ചിന്തകളിലോ വികാരങ്ങളിലോ മാറ്റം വരാറില്ല. ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ ഹൃദയം ഒരു ഹൈന്ദവ സുഹൃത്തിന് വെക്കുമ്പോൾ അതുമുതൽ ആ ഹൈന്ദവ സഹോദരൻ്റെ ചിന്തകളും ആലോചനകളും ആഗ്രഹങ്ങളും മുസ്ലിമായ ഒരു മനുഷ്യൻ്റെ ഹൃദയം വെച്ചതുകൊണ്ട് ആ തലത്തിലേക്ക് കൺവേർട്ട് ചെയ്യാറില്ല, അത് മാറാറില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഹൃദയത്തിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് മനുഷ്യ വികാര വിചാരങ്ങളെ നിയന്ത്രിക്കലല്ല എന്നാണ്. അതേസമയം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ മനസ്സിൻ്റെ വികാരങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു ഖൽബിനെ കുറിച്ചുകൊണ്ട് പരാമർശിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഹൃദയങ്ങളെക്കുറിച്ചുള്ള പല പരാമർശങ്ങളും വ്യത്യസ്തങ്ങളായ രീതികളിൽ, വ്യത്യസ്തങ്ങളായ ഇടങ്ങളിൽ വിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കണ്ടുപരിചയിച്ചിട്ടുള്ള, നമ്മൾ ചിത്രങ്ങളിൽ കണ്ടിട്ടുള്ള, ഒരുപക്ഷെ നമ്മുടെ കൈയൊന്ന് ചുരുട്ടിയാൽ എത്രയുണ്ടോ അത്രമാത്രം വലിപ്പമുള്ള, നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു മാംസക്കഷ്ണമുണ്ടല്ലോ, ആ ഒരു ഹൃദയത്തെക്കുറിച്ചല്ല ഇവിടെ ഖുർആൻ വർത്തമാനം പറയുന്നത്. സാധാരണഗതിയിൽ നമ്മുടെ ശരീരത്തിലെ ഹൃദയത്തിന് വരുന്ന രോഗങ്ങളെക്കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണയുണ്ട്. അതിനെക്കുറിച്ചുള്ള വിവരവും ജാഗ്രതയുമുള്ള ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഹൃദയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ, ഒരു ഡോക്ടർ പറയുമ്പോൾ അതിനനുസരിച്ച് കൊണ്ടുള്ള മുൻകരുതലുകളും നിലപാടുകളും ഒക്കെ നമ്മൾ എടുക്കാറുള്ളത്. ഇപ്പോൾ രോഗം വരാതിരിക്കാൻ എന്തെല്ലാം ചെയ്യണം, ഇനി വന്നാൽ എന്ത് ചെയ്യണം എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ പറഞ്ഞത് ആദ്യം സൂചിപ്പിച്ച ഹൃദയത്തെക്കുറിച്ചാണ്, ശരീരത്തിലെ ഹൃദയം. അതേ അവസരത്തിൽ ഞാൻ ചോദിക്കുന്നത്, മഹാന്മാരായ പണ്ഡിതന്മാർ രണ്ടാമതായിട്ട് പഠിപ്പിച്ച മനസ്സിൻ്റെ ഹൃദയം, ഖൽബുൻ നഫ്സ് എന്നാണ് അതിന് പറയുക. ഈ മനസ്സിൻ്റെ ഹൃദയത്തിന്
രോഗം വരാതിരിക്കാനുള്ള വല്ല വഴികളും നമ്മൾ കണ്ടുവച്ചിട്ടുണ്ടോ? ആലോചിക്കേണ്ടതാണ്. ആ മനസ്സിൻ്റെ ഹൃദയത്തെ വൃത്തിയായി കൊണ്ടു നടക്കണമെന്നും അതിൽ കറപുരളാൻ പാടില്ല എന്നും ആലോചിക്കുന്ന എത്ര പേരുണ്ടാകും നമ്മുടെ കൂട്ടത്തിൽ? യഥാർത്ഥത്തിൽ ഈ ഖൽബുൻ നഫ്സിനെ നന്നാക്കുക, ശുദ്ധീകരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ആത്യന്തിക വിജയത്തിൻ്റെ ഭാഗമാണ്. അത് നമ്മുടെ രക്ഷയുമായി ബന്ധപ്പെട്ടതാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നത് ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. അതിനെ സംസ്കരിച്ചവൻ വിജയിച്ചു, അതല്ലാത്തവൻ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞത് ഈ മനസ്സിൻ്റെ ഹൃദയത്തെക്കുറിച്ചാണെന്നാണ് വിശദീകരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്ന മറ്റൊരു വർത്തമാനമുണ്ട്. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. സന്താനങ്ങളോ സമ്പത്തോ ഒന്നും ഉപകാരപ്പെടാത്ത ദിവസം ഒരു വിഭാഗത്തിന് അവിടെ രക്ഷപ്പെടാൻ കഴിയും നാളെ മഹ്ശറയിൽ. ആർക്കാണ്? ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. വളരെ ശുദ്ധിയോടെയും വളരെ വൃത്തിയോടെയും കാത്തു സൂക്ഷിച്ച ഹൃദയത്തിൻ്റെ ഉടമകൾക്ക് മാത്രമേ അവിടെ രക്ഷപ്പെടാൻ കഴിയൂ എന്നാണ് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നത്. ഇവിടെയൊക്കെയും ഹൃദയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആത്മീയമായ മാനസികമായ മനസ്സിൻ്റെ ഹൃദയത്തെക്കുറിച്ചാണ് എന്നാണ്. നോക്കൂ നിങ്ങൾ, നമ്മുടെയൊക്കെ ഒരു അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, ആളുകളുടെ നോട്ടവും കാഴ്ചയും എത്തുന്ന ഭാഗങ്ങളെല്ലാം പരമാവധി ഭംഗിയാക്കി വൃത്തിയാക്കി വയ്ക്കുക എന്നത് നമ്മുടെ പ്രകൃതത്തിൽപ്പെട്ടതാണ്. ആളുകൾ കാണുന്ന ഇടങ്ങൾ വൃത്തിയാക്കി വയ്ക്കുക, അത് ഭംഗിയാക്കി വയ്ക്കുക എന്ന് പറയുന്നത് മനുഷ്യൻ്റെ പ്രകൃതത്തിൽപ്പെട്ടതാണ്. മനുഷ്യരുടെ നോട്ടവും കാഴ്ചയും എത്താത്ത ഇടങ്ങൾ അത്ര കൃത്യമായി വൃത്തിയാക്കി വെക്കാൻ പലപ്പോഴും മനുഷ്യർ ശ്രദ്ധിക്കാറില്ല. നമ്മുടെ വീട്ടിലേക്ക് പെട്ടെന്ന് ഒരാൾ വരികയാണെന്ന് പറഞ്ഞാലും, ഒരു ഗസ്റ്റ് വരിക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എവിടെ വൃത്തിയാക്കി വെക്കാറുള്ളത്? അവർ കാണുന്ന ഇടങ്ങൾ മാത്രമാണ്. അവർ വരാൻ സാധ്യതയില്ലാത്ത ഭാഗങ്ങളും നമ്മൾ പോയി വൃത്തിയാക്കാറില്ല. ഇത് മനുഷ്യൻ്റെ ഒരു പ്രകൃതമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലോകത്ത് ഒരാളുടെ മാത്രം നോട്ടമെത്തുന്നൊരു ഇടം മനുഷ്യ ശരീരത്തിലുണ്ട്. അത് ഹൃദയമാണത്. ആരുടെ നോട്ടമാണ് അങ്ങോട്ട് എത്തുന്നത്? അത് പടച്ച റബ്ബിൻ്റെതാണ്, അള്ളാഹുവിൻ്റെതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഹൃദയത്തിലേക്ക് ആരുടെയും നോട്ടമെത്തില്ല എന്ന വിശ്വാസമാണ് പലപ്പോഴും അതിനെ മലിനമാക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഞാനതാ നേരത്തെ പറഞ്ഞത്. മനുഷ്യരുടെ ശ്രദ്ധയും നോട്ടവും എത്തുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ ഭംഗിയാക്കി വെക്കാറുണ്ട്. അതേ അവസരത്തിൽ പടച്ചറബിൻ്റെ കാഴ്ചയെത്തുന്ന, പടച്ചറബിൻ്റെ നോട്ടമെത്തുന്ന നമ്മുടെ ഹൃദയം, അതിനെ വൃത്തിയാക്കി വെക്കാൻ, അതിനെ ഭംഗിയാക്കി വെക്കാൻ, ശുദ്ധിയാക്കി വെക്കാൻ നമ്മൾ എത്ര പേര് ശ്രദ്ധിക്കാറുണ്ട് എന്ന് ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നൊരു വർത്തമാനമുണ്ട്. അള്ളാഹുവിൻ്റെ ശ്രദ്ധയും അള്ളാഹുവിൻ്റെ ജാഗ്രതയോടുകൂടിയുള്ള നോട്ടവും എത്തുന്ന ഒരിടമാണ് നിങ്ങളുടെ ഹൃദയം, ഖൽബ് എന്ന് പറയുന്നത്. നോട്ടമെത്തുക മാത്രമല്ല, നാളെ അതിനകത്തുള്ളതെല്ലാം പരസ്യമാക്കുകയും ചെയ്യുമെന്നാണ് ഖുർആൻ പറയുന്നത്. നിങ്ങളുടെ കണ്ണിൻ്റെ കട്ടുനോട്ടങ്ങൾ, നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചതൊക്കെ അല്ലാഹു അറിയും. അതൊക്കെയും പടച്ചവൻ അറിയും എന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്ന മറ്റൊരു വർത്തമാനമുണ്ട്. അഫലാ യഅലമു ഇദാ ബുഅസിറ മാ ഫിൽ ഖുബൂർ ഹുസ്സില മാ ഫിസ് സുദൂർ. ഖബറുകളിൽ നിന്ന് മനുഷ്യൻ ബേജാറായി പേടിച്ച് പുറത്തു ചാടുന്ന ദിവസം, അങ്ങനൊരു ദിവസം വരാനുണ്ട്. ആ ദിവസം നിങ്ങൾ രഹസ്യമാക്കിയ ഹൃദയ രഹസ്യങ്ങളൊക്കെയും പരസ്യമാക്കുകയും അതൊക്കെയും പ്രകടിപ്പിക്കുകയും ചെയ്യും. അഫലാ യഅലം, ഇതൊന്നും മനുഷ്യൻ അറിയുന്നില്ലേ എന്ന് പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നൊരു സന്ദർഭമുണ്ട്. അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നഫ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞൊരു വർത്തമാനമുണ്ടല്ലോ. ഇന്നല്ലാഹ തആല യൻദുറു ഇലാ സൂരിക്കും വലാ അംവാലിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല നോക്കുന്നത് നിങ്ങളുടെ പുറംമോടിയിലേക്കല്ല, നിങ്ങളുടെ സമ്പത്തിലേക്കല്ല. വലാകിൻ ഇന്നമാ യൻദുറു ഇലാ ഖുലൂബിക്കും വഅമാലിക്കും.
അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ്, നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ നോട്ടവും ശ്രദ്ധയും എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ മനസ്സിൻ്റെ ഹൃദയത്തെ, ഈ ഖൽബുൻ നഫ്സിനെ ശുദ്ധീകരിക്കാൻ, അതിനെ വൃത്തിയാക്കി വെക്കാൻ നമുക്ക് കഴിയണം, സാധിക്കണം. മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്, ഒരു മനുഷ്യൻ്റെ ഖൽബുൻ നഫ്സിനെ ബാധിക്കുന്ന ഗുരുതരമായ 3 അവസ്ഥകളുണ്ട്. വേണമെങ്കിൽ നമുക്കതിനെ മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങളെന്നൊക്കെ പറയാം. ഉലമാക്കൾ പറയുന്നത്, ഒരു മനുഷ്യൻ്റെ ഖൽബുൻ നഫ്സിനെ ബാധിക്കുന്ന, സംഭവിക്കുന്ന ഗുരുതരമായ 3 അവസ്ഥകളുണ്ട്. അതിലൊന്നാമത്തത്, മനുഷ്യൻ്റെ നഫ്സ് അത് കടുകട്ടിയുള്ളതായിട്ട് മാറുമെന്നാണ്. ഖൽബുൻ നഫ്സ് അത് കടുകട്ടിയുള്ളതായിട്ട് മാറുമെന്നാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യൻ ലോകത്ത് പരീക്ഷിക്കപ്പെടുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് ഹൃദയം കടുത്തു പോവുക എന്ന് പറയുന്നത്. ഹൃദയകാഠിന്യം ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ പരീക്ഷിക്കപ്പെടുന്ന വലിയ ശിക്ഷയാണെന്നാണ്. മാലിക് ബിൻ ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വർത്തമാനമുണ്ട്. 4 കാര്യങ്ങൾ ദൗർഭാഗ്യത്തിൻ്റെ അടയാളങ്ങളാണ്. 4 കാര്യങ്ങൾ അതൊരു മനുഷ്യന് നല്ലതല്ല, ദൗർഭാഗ്യത്തിൻ്റെ അടയാളങ്ങളാണ്. ഏതൊക്കെയാണ്? 1, അവൻ്റെ ഹൃദയം കടുത്തു പോവുക, ഹൃദയം കഠിനമായി പോവുക. 2, കണ്ണുകൾ വരണ്ടു പോവുക. അതിനെ വിശദീകരിക്കുന്നത്, തെറ്റുകൾ ചെയ്യുമ്പോൾ കുറ്റബോധത്തോടെയുള്ള കണ്ണുനീര് പോലും ഇല്ലാതാവുക. ഇതിനാണ് കണ്ണുകൾ വരണ്ടു പോവുക എന്ന് പറയുന്നത്. 3, അമിതമായ പ്രതീക്ഷയാണ്. ഏത് കാര്യത്തിലാവട്ടെ, അമിതമായ പ്രതീക്ഷ വേണം, പക്ഷെ അമിത പ്രതീക്ഷ പാടില്ല. അവസാനമായി പറഞ്ഞത് ഇഹലോകത്തോടുള്ള ആർത്തിയാണ്. ഈ 4 കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ ദൗർഭാഗ്യത്തിൽപ്പെട്ടതാണെന്ന് മഹാൻ വിശദീകരിക്കുകയാണ്. ലോകചരിത്രത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് വിധേയരായൊരു വിഭാഗമാണ് ബനൂ ഇസ്രായേൽ. ഒരുപക്ഷെ ബനൂ ഇസ്രായേൽ സമൂഹത്തിന് അല്ലാഹു കൊടുത്തതുപോലുള്ള അനുഗ്രഹങ്ങൾ ലോകത്ത് വേറെ ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല. അത്രമാത്രം അനുഗ്രഹങ്ങൾ കിട്ടിയ ആളുകളാണ്. പക്ഷേ അവർ വഴിപിഴച്ചു പോകാനുള്ള കാരണം എന്തായിരുന്നു? വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ثم قست قلوبكم من بعد ذلك فهي كالحجارة أو أشد قسوة وإن من الحجارة لما يتفجر منه الأنهار. അവരുടെ ഹൃദയം കടുത്തുപോയതായിരുന്നു. അവർ സന്മാർഗത്തിൽ നിന്ന് വഴിപിഴക്കാനുള്ള കാരണമെന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുകയാണ്. കാരണം ഒരു മനുഷ്യന്റെ ഹൃദയം കടുത്തുപോയാൽ അവൻ്റെ ജീവിതത്തിൽ വേദഗ്രന്ഥങ്ങൾ ഒരു സ്വാധീനവും ചെലുത്തില്ല എന്നാണ് പറയുന്നത്. കാരണം അവർ ചെയ്യുന്നതൊക്കെയും വലാകിൻ കസത് ഖുലൂബുഹും വസയ്യന ലഹുമുശ് ശൈത്താനു മാ കാനൂ യഅമലൂൻ. അങ്ങനെ ഒരു മനുഷ്യന്റെ ഹൃദയം കടുത്തുപോയി കഴിഞ്ഞാൽ അവൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയും നല്ലതായിട്ട് പിശാച് അവന് തോന്നിക്കുമെന്നാണ്. ശ്രദ്ധിക്കണം, ഒരു മനുഷ്യന്റെ ഹൃദയം കടുത്തുപോയി കഴിഞ്ഞാൽ അവൻ ചെയ്യുന്ന കർമ്മങ്ങൾ എത്ര തന്നെ വൃത്തികേട് കാണിച്ചാലും അതൊക്കെ നല്ലതാണ്, കുഴപ്പമില്ലാത്തതാണ് എന്നവനെ കൊണ്ട് പിശാച് തോന്നിപ്പിക്കുമെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇബ്നു മൻദൂർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നൊരു വർത്തമാനമുണ്ട്. ഹൃദയത്തിൻ്റെ കാഠിന്യം എന്നാൽ ഹൃദയത്തിൻ്റെ നൈർമല്യവും കാരുണ്യവും ദൈവഭയവും ഇല്ലാതാകലാണെന്നാണ്. ഇങ്ങനെ മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഒരു മനുഷ്യന് ഹൃദയകാഠിന്യം സംഭവിക്കുമ്പോൾ അവനുണ്ടാകുന്ന അടയാളങ്ങളെക്കുറിച്ചൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയമുള്ളവരെ, ഈ ഹൃദയകാഠിന്യം എന്ന് പറയുന്നത്, ഹൃദയം കടുത്തു പോവുക എന്ന് പറയുന്നത്, അതൊരു മനുഷ്യനെ ബാധിക്കുന്ന ഗുരുതരമായൊരവസ്ഥയാണ്. ആ ഹൃദയകാഠിന്യം സംഭവിക്കുമ്പോൾ അതിനെ നൈർമല്യമുള്ളതാക്കി മാറ്റാനുള്ള വഴികൾ സ്വീകരിക്കാനും തേടാനും ഒരു വിശ്വാസിക്ക് കഴിയേണ്ടതുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന 2ാമത്തെ കാര്യം, ഖൽബുൻ നഫ്സിനെ സംഭവിക്കുന്ന 2ാമത്തെ ഗുരുതരമായ അവസ്ഥ എന്ന് പറയുന്നത്, ആ കൽബ്
അത് കറ വീണുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ആ ഹൃദയത്തിന് കറ വീഴും. അതാണ് രണ്ടാമത്തെ ഗുരുതരമായ പ്രശ്നം. വിശുദ്ധ ഖുർആൻ പറയുന്നൊരു വർത്തമാനമുണ്ട് ആ വിഭാഗത്തെക്കുറിച്ച്. കല്ല ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി അവരുടെ ഹൃദയങ്ങളിൽ കറകൾ വീണുകൊണ്ടിരിക്കും. ഈ ആയത്തിൽ ഉപയോഗിച്ച റാൻ എന്ന പദം, കറകൾ എന്ന് പറയാൻ വേണ്ടി ഉപയോഗിച്ച ആ പദത്തെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. നമ്മൾ ഒരുപാട് തവണ കേട്ടൊരു ഹദീസാണത്. ഒരു മനുഷ്യനൊരു തിന്മ ചെയ്യുമ്പോൾ അവൻ്റെ ഹൃദയത്തിലൊരു കറുത്ത കറ വീഴും. പശ്ചാത്തപിക്കാതെ തിന്മകൾ അധികരിപ്പിക്കും തോറും ആ കറ അങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുമെന്നാണ്. അപ്പം പാപങ്ങൾ വർദ്ധിക്കും തോറും ഹൃദയം കറ പിടിക്കുകയും അങ്ങനെ അതിലേക്ക് നല്ലതൊന്നും പ്രവേശിക്കാതിരിക്കുകയും ചെയ്യും. അതും ഹൃദയം കടുത്തു പോകാനുള്ളൊരു കാരണമാണെന്ന് കൂടി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ കറ പിടിക്കുമ്പോൾ ഹൃദയം കടുത്തു പോകുമെന്നാണ്. അപ്പോൾ വിശ്വാസികൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഹൃദയങ്ങൾ അതിനെ കറ തിന്മകൾ ചെയ്തുകൊണ്ട് അതിനെ മലിനമാക്കരുത്, അതിനെ കറ പിടിപ്പിക്കരുത് എന്ന് മാത്രമല്ല, അങ്ങനെ സംഭവിച്ചാൽ അതിനെ കഴുകി വൃത്തിയാക്കാനുള്ളൊരു മനസ്സുകൂടി നമ്മൾ രൂപാന്തരപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഒന്നാമതായിട്ട് പറഞ്ഞത് കടുത്തുപോയ മനസ്സ്, രണ്ടാമതായി പണ്ഡിതന്മാർ വിശദീകരിച്ചത് കറ പിടിക്കുന്ന മനസ്സ്, മനസ്സിന് കറ പിടിക്കുന്ന. മൂന്നാമതായിട്ട് പറഞ്ഞത് കൽബുൻ നഫ്സിനെ ബാധിക്കുന്ന മൂന്നാമത്തെ ഗുരുതരമായ അവസ്ഥ അതിനെ അന്ധത ബാധിക്കും എന്നുള്ളതാണ്. ഇതൊക്കെ ഖുർആൻ ആയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് അന്ധത ബാധിക്കും, അത് കാഴ്ചയില്ലാത്തൊരവസ്ഥ വരും. അഥവാ കണ്ണിന് മാത്രമല്ല അന്ധത ബാധിക്കുക, കണ്ണിന് മാത്രമല്ല കാഴ്ചയില്ലാതാവുക, പിന്നെ ചില മനുഷ്യരുടെ ഹൃദയത്തിനു കൂടി അന്ധത ബാധിക്കുമെന്നാണ് പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നത് ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ വലാകിൻ തഅമൽ ഖുലൂബുൽ ലത്തി ഫിസ് സുദൂർ. യഥാർത്ഥത്തിൽ കണ്ണിനല്ല അന്ധത ബാധിക്കുക, പിന്നെ ഹൃദയങ്ങൾക്കാണ് അന്ധത ബാധിക്കുക എന്നാണ് പറയുന്നത്. ഹൃദയങ്ങൾക്ക് കാഴ്ച നഷ്ടപ്പെടും എന്നാണ്. അങ്ങനെ കാഴ്ച നഷ്ടപ്പെടുമ്പോൾ അതിൽ കറകൾ വീഴും, അത് കടുപ്പമുള്ളതായിട്ട് മാറും. ഇതൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതാണ്. നമുക്കറിയാം, ശാരീരികമായ രോഗങ്ങൾ മൂലം പുറമേക്കുള്ള കാഴ്ചകൾ നഷ്ടപ്പെടുന്നത് പോലെ ആത്മീയവും മാനസികവുമായ രോഗങ്ങൾ കാരണം മനുഷ്യരുടെ ഹൃദയത്തിൻ്റെ കാഴ്ചയും നഷ്ടപ്പെടുന്നു എന്നാണ്. പിന്നെ അവന് യഥാർത്ഥ കണ്ണുകൊണ്ടുള്ള കാഴ്ച പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്കെത്തും എന്നാ പറയുന്നത്. ആത്മീയമായ മാനസികമായ ചില രോഗങ്ങൾ കാരണം ഹൃദയത്തിൻ്റെ കാഴ്ച നഷ്ടപ്പെടുമ്പോൾ പിന്നെ അവന് കണ്ണുകൊണ്ട് പലതും കാണാൻ പറ്റാത്ത, ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥ വരുമെന്നാണ്. വിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്ത് പറഞ്ഞൊരു പരാമർശമുണ്ട്, വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന്, ജിന്നുകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു വിഭാഗത്തെ ഞാൻ നരകത്തിൻ്റെ വിറകാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. നരകത്തിൻ്റെ വിറകാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. എന്താ അവരുടെ പ്രത്യേകത? ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. അവർക്ക് ഹൃദയങ്ങളുണ്ട്, പക്ഷേ ആ ഹൃദയങ്ങൾ കൊണ്ട് അറിയേണ്ടത് അവരറിയുന്നില്ല. അവർക്ക് കണ്ണുണ്ട്, പക്ഷേ അതുകൊണ്ട് കാണേണ്ടത് കാണുന്നില്ല. അങ്ങനൊരു വർത്തമാനം വിശുദ്ധ ഖുർആനിലുണ്ട്. ഇത്തരത്തിൽ ഹൃദയത്തിൻ്റെ കാഴ്ച നഷ്ടപ്പെടുകയും അതോടൊപ്പം ചെവിയുടെയും കണ്ണിൻ്റെയും ഒക്കെ കേൾവിയും കാഴ്ചയുമൊക്കെ നഷ്ടപ്പെട്ട് ഒന്നും കാണാത്ത, ഒന്നും കേൾക്കാത്ത, നന്മയിൽ നിന്ന് പൂർണ്ണമായും അകന്ന് തിന്മയിലൂടെ സഞ്ചരിച്ചങ്ങനെ നരകത്തിൻ്റെ ഇരകളും വിറകുകളുമായി തീരുന്ന ആളുകളെക്കുറിച്ചാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, എങ്ങനെയാണ് ഹൃദയത്തിന് അന്ധത ബാധിക്കുക? എങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തിന് അന്ധത ബാധിക്കുക? ഒരാൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ചോദിക്കുന്നുണ്ട്, ജനങ്ങളിൽ ശ്രേഷ്ഠൻ ആരാണ്? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി, കുല്ലു മഹ്മൂമിൽ ഖൽബ് സദൂഖുൽ ലിസാൻ. അവ ചോദിച്ച ആൾ തിരിച്ചു ചോദിച്ചു, നല്ല നാവുള്ളവനും നല്ല ഹൃദയമുള്ളവനെന്നാണ് പറഞ്ഞത്.
അവ ചോദിച്ച ആള് തിരിച്ച് റസൂലിനോട് ചോദിക്കുന്നുണ്ട്, നല്ല നാവുള്ളവൻ ആരാന്ന് മനസ്സിലായി. പക്ഷെ റസൂലെ, വൃത്തിയുള്ള ഹൃദയമുള്ളവൻ, അന്ധത ബാധിക്കാത്ത ഹൃദയമുള്ളവൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അവനിൽ വിദ്വേഷമുണ്ടാവില്ല, പകയുണ്ടാവില്ല, അസൂയ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തെന്നാ? ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തൻ്റെ സഹോദരനോട് പകയുണ്ടെങ്കിൽ, വിദ്വേഷമുണ്ടെങ്കിൽ, അസൂയയുണ്ടെങ്കിൽ അവൻ്റെ ഹൃദയത്തിന് അന്ധത ബാധിച്ചിരിക്കുന്നു എന്നാണ് ആ പറഞ്ഞത് അർത്ഥം. എന്നാണ് ആ പറഞ്ഞത്. പകയും വിദ്വേഷവും അസൂയയും മനസ്സിൽ വെച്ച് നടക്കുന്നുണ്ടെങ്കിൽ അത്തരം ഹൃദയങ്ങൾ അന്ധത ബാധിച്ച ഹൃദയങ്ങളാണ് എന്നാണ് ആ പറഞ്ഞത്. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയമുള്ളവരെ, മനുഷ്യന്റെ ഹൃദയത്തെ 2 തരത്തിൽ പണ്ഡിതന്മാർ വേർതിരിച്ചു. ഒന്ന് കൽബുൽ ജസദ്, ശരീരത്തിലെ ഹൃദയം. മറ്റൊന്ന് കൽബുൻ നഫ്സ്, മനസ്സിന്റെ ഹൃദയം. ആ മനസ്സിനെ ബാധിക്കുന്ന 3 അവസ്ഥകളെയാണ് നമ്മൾ പറഞ്ഞത്. ഒന്നുകൂടി ആവർത്തിക്കുന്നു. ഒന്ന്, അത് കടുത്തതായിട്ട് മാറും. 2, അത് കറ പിടിച്ചു പോകും. 3-മത്തത് മൂന്നാമതായിട്ട് സൂചിപ്പിച്ചത് ആ ഹൃദയത്തിന് അന്ധത ബാധിക്കും. ഈ 3 തരത്തിലുള്ള രോഗങ്ങൾ ഒരു മനുഷ്യന്റെ ഹൃദയത്തിനെ ബാധിച്ചാൽ എങ്ങനെയാണ് അതിനെ ട്രീറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിനെ ചികിത്സിക്കേണ്ടത്, അതും വിശുദ്ധ ഖുർആൻ തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട്. വളരെ ലളിതമായിട്ട് സൂചിപ്പിക്കുകയാണെങ്കിൽ, ഇങ്ങനെ ഹൃദയത്തിന് ബാധിക്കുന്ന രോഗങ്ങളെ ചികിത്സിക്കാനുള്ള ചികിത്സകൾ, ഒന്നാമത്തെ പ്രതിവിധി ദിക്റുകൾ വ്യാപിപ്പിക്കുക എന്നുള്ളതാണ്. ഞാനതാ തുടക്കത്തിൽ ചോദിച്ചത്, ശരീരത്തിലെ ഹൃദയത്തിന് അസുഖം വരുമ്പോൾ അതിന് എന്തെല്ലാം ചികിത്സകൾ നേടണമെന്ന് നമുക്കറിയാം. അതിനുള്ള വഴികളൊക്കെ നമ്മൾ അന്വേഷിക്കും. പക്ഷേ കൽബുൻ നഫ്സിനെ ബാധിക്കുന്ന രോഗങ്ങൾക്കുള്ള ചികിത്സ പ്രതിവിധി നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടോ? ഒന്നാമതായിട്ട് പറയുന്നത് ദിക്റുകൾ അധികരിപ്പിക്കലാണ്. ഏതു സമയത്തും അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാവലാണ്. വഹുവ മഅക്കും ഐനമാ കുൻതും. നിങ്ങൾ എവിടെയാണെങ്കിലും റബ്ബ് നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങൾ 2 ആളുകളാണെങ്കിൽ അല്ല, 3-മതൊരാളുണ്ട്. നിങ്ങൾ 3 പേരാണ് ഇരിക്കുന്നതെങ്കിൽ 3 അല്ല, 4-മതൊരാൾ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന ചിന്തയും വിശ്വാസവും നിങ്ങൾക്കുണ്ടാകണം. അല്ല, അങ്ങനെ അല്ലാഹ് നിങ്ങൾക്കൊപ്പമുണ്ട് എപ്പോഴും എന്ന ബോധം മാത്രമല്ല, ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, പടച്ചോൻ നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. റബ്ബ് നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ റബ്ബ് എപ്പോഴും ഒപ്പമുണ്ട് എന്ന ബോധം, ആ റബ്ബ് നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ബോധം അവിടെയും തീരുന്നില്ല. ആ റബ്ബ് നാളെ വിചാരണ ചെയ്യുകയും രക്ഷയുടെയും ശിക്ഷയുടെയും ഒക്കെ അതോറിറ്റി അത് പടച്ച റബ്ബ് മാത്രമാണ്. മാലിക് യൗമിദ്ദീൻ, ഇന്ന ബത്ശ റബ്ബിക ലശദീദ്. ഈ അർത്ഥത്തിലൊക്കെയും പടച്ച റബ്ബിനെ കുറിച്ചുള്ള സ്മരണ, ദിക്ർ എല്ലാ അർത്ഥത്തിലും നിരന്തരം ഉണ്ടാക്കിയെടുക്കലാണ് നിങ്ങളുടെ മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങൾക്കുള്ള ഒന്നാമത്തെ പ്രതിവിധി എന്ന് പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആൻ മുമ്പിൽ വെച്ചുകൊണ്ട് പഠിപ്പിക്കുകയാണ്. 2-മത്തത് വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം ഊഷ്മളമാക്കലാണ്. ഞാനത് വിശദീകരിക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബയെ കിറാമിനോട് പറഞ്ഞൊരു വർത്തമാനമുണ്ടല്ലോ, തീർച്ചയായും ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് പോലെ ഹൃദയങ്ങൾ തുരുമ്പ് പിടിക്കും, ഹൃദയങ്ങൾക്ക് കറ പിടിക്കും, അതിന് അന്ധത ബാധിക്കും, അതിന് മൂടൽ വരും. എന്താ അതിനുള്ള ചികിത്സ? എന്താ? അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നേർക്ക് നേരെ പഠിപ്പിച്ചു കൊടുത്തു. ഒന്ന് ഖിറാഅത്തുൽ ഖുർആൻ, ഖുർആൻ പഠിക്കലാണ്, ഖുർആൻ പാരായണം ചെയ്യലാണ്, ഖുർആൻ വായിക്കലാണ്. ഇപ്പൊ ഹൃദയത്തിന് വരുന്ന രോഗങ്ങളെ മാറ്റാനുള്ള 2-മത്തെ ചികിത്സാ രീതി എന്ന് പറയുന്നത് ഖുർആനുമായുള്ളൊരു നല്ല ബന്ധമുണ്ടാക്കിയെടുക്കുക. ഖുർആൻ വായിക്കുക, പഠിക്കുക, അത് മനസ്സിലാക്കുക, അത് പാരായണം ചെയ്യുക. അത് ഒരു പ്രതിവിധിയാണെന്ന് പഠിപ്പിക്കുന്നു. 3-മതായി പറയുന്നത് ഖബറിടങ്ങളെയും രോഗികളെയും സന്ദർശിക്കുക എന്നുള്ളതാണ്. ഞാൻ ചില സൂചനകൾ തരിക, വിശദീകരിക്കുന്നില്ല. ഹൃദയത്തിനെ ബാധിക്കുന്ന ഇത്തരത്തിലുള്ള രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാനുള്ള വഴി രോഗികളെ സന്ദർശിക്കലാണ്, ഖബറുകൾ സന്ദർശിക്കലാണ്. നോക്കൂ, നിങ്ങൾ മരണത്തെ മുഖാമുഖം കണ്ട്
വേദന അനുഭവിച്ച് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുണ്ടായിട്ടും ഒരു തുള്ളി വെള്ളം പോലും നേർക്കുനേരെ വായിലൂടെ ഇറക്കാൻ കഴിയാതെ മരണത്തെ മുഖാമുഖം കണ്ട് വേദനിച്ച് കിടക്കുന്ന രോഗികളെ കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിനെ ബാധിച്ച പല അസുഖങ്ങളും ഇല്ലാതാകും. അഹങ്കരിക്കുന്നുണ്ടോ നിങ്ങൾ വിനയമുള്ളവരായി മാറും, താഴ്മയുള്ളവരായി മാറും. അങ്ങനെ തുടങ്ങി പലതും രോഗികളെ സന്ദർശിക്കുമ്പോൾ ഹൃദയത്തിന് ബാധിച്ചിട്ടുള്ള പല കറകളും പല മൂടാപ്പുകളും ഉരുകി ഒലിച്ച് ഇല്ലാതായി പോകുമെന്നാണ് പറയുന്നത്. ഇതൊന്ന് പരീക്ഷ നോക്കാം. മറ്റൊന്ന് ഖബറിനെ സന്ദർശിക്കല. ഒരു മഹാൻ പറഞ്ഞത് ഹൃദയകാഠിന്യത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഔഷധം എന്ന് പറയുന്നത് ഖബറിടങ്ങൾ സന്ദർശിക്കലാണ്. എന്നിട്ട് ആ ഖബറിൽ കിടക്കുന്ന ആളുകളുടെ അവസ്ഥകളൊക്കെ ഒന്ന് മനസ്സിലാക്കലാണ്. ഖിയാമത്ത് നാളിനെ കുറിച്ചൊന്ന് ഓർക്കലാണ്. മരണമാസന്നമായവരെ സന്ദർശിക്കലാണ്. മയ്യത്ത് കുളിപ്പിക്കലാണ്. അങ്ങനെ ഒരു മഹാൻ അങ്ങനെ വിശദീകരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞത് ഹൃദയത്തിനെ നന്നാക്കിയെടുക്കാനുള്ളൊരു വഴി ഇടയ്ക്ക് രോഗികളെയൊക്കെ ഒന്ന് കാണാൻ പോവുക. ഇടയ്ക്കൊക്കെ ഒന്ന് പള്ളിക്കാട്ടിൽ പോയി ആ ഖബറുകളൊന്ന് സന്ദർശിക്കുക. അതിനകത്തുള്ളവരെയൊക്കെ സന്ദർശിക്കുക. ഇത് നമ്മുടെ മനസ്സിനെ നന്നാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു പ്രതിവിധി മാർഗമാണെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു ഹദീസുകളെ മുമ്പിൽ വെച്ചുകൊണ്ട്. മനസ്സിനെ നന്നാക്കിയെടുക്കാനുള്ള നാലാമത്തെ വഴി എന്താ? അഗതിക്ക് ഭക്ഷണം കൊടുക്കലും അനാഥയെ തലോടലുമാണ്. വല്ലാത്ത ചില രീതികളാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. ഇന്ന് ഇവിടെ നിന്നൊക്കെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുക. അനാഥയെ തലോടലാണ്, അഗതിക്ക് ഭക്ഷണം കൊടുക്കലാണ്. ഒരിക്കൽ ഒരു മനുഷ്യൻ വന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, റസൂലേ, ഹൃദയത്തിൻ്റെ കാഠിന്യം, ഹൃദയം വല്ലാതെ കടുത്തു പോകുകയാണ്, എന്താ അതിനുള്ളൊരു പരിഹാരം റസൂലേ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിനക്ക് നിന്റെ ഹൃദയത്തെ നൈർമല്യമുള്ളതാക്കണോ? നിന്റെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെടാൻ ആഗ്രഹമുണ്ടോ നിനക്ക്? നീ അനാഥയോട് കാരുണ്യം കാണിക്കുക, അവനെ തലോടുക. അനാഥ മക്കളെ കൊന്ന് ചേർത്ത് നിർത്തിയിട്ടൊന്ന് തലോടുക, അവനോട് കാരുണ്യം കാണിക്കുക. നിന്റെ ഭക്ഷണത്തിൽ നിന്ന് അവൻക്ക് നീ ഭക്ഷണം കൊടുക്കുക, അഗതികൾക്ക് ഭക്ഷണം കൊടുക്കുക. നിന്റെ ഹൃദയം നൈർമല്യമുള്ളതായിട്ട് മാറും, നിന്റെ ആഗ്രഹങ്ങളൊക്കെയും പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഒറ്റ വാക്ക് പറഞ്ഞാൽ, ഇത്തരം ആളുകളെ കാണുമ്പോൾ സിമ്പതി അല്ല, എമ്പതി ഉണ്ടാകണം. സിമ്പതി എല്ലാവർക്കും ഉണ്ടാവും, സിമ്പതി മാത്രം ഉണ്ടായാൽ പോരാ, എമ്പതി വേണം. അപ്പൊ അനാഥകളെയും അഗതികളെയും ഒക്കെ ചേർത്ത് നിർത്തുക, അവരെ തലോടുക, അവർക്ക് ഭക്ഷണം കൊടുക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെയും നിങ്ങളുടെ മനസ്സിൻ്റെ രോഗങ്ങളെ മുഴുവൻ കഴുകി ശുദ്ധീകരിക്കാനുള്ള ഒരു ചികിത്സയാണ് എന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഞ്ചാമതായി അവസാനമായും പഠിപ്പിക്കുന്നത് നിരന്തരമായ പ്രാർത്ഥനയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായി നടത്തിയ ഒരു പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ചോദിച്ചു, ഉമ്മു സൽമ റളിയല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട് ആളുകൾ പോയിട്ട്, എന്തേ നബി അങ്ങനെ നിരന്തരം പ്രാർത്ഥിക്കാനുള്ള കാരണം? യാ മുഖല്ലിബൽ ഖുലൂബ്, യാ മുസർരിഫൽ ഖുലൂബ്, ഹൃദയത്തെ മാറ്റിമറിച്ചു വിടുന്നവനെ, ഹൃദയത്തെ തിരിച്ചുവിടുന്നവനെ, എൻ്റെ ഹൃദയത്തെ നന്മയുടെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തണേ. അതാണ് അതിൻ്റെ ആശയം. അപ്പം മുസൽമാനോട് ചോദിക്കുക സഹാബിമാർ പോയിട്ട്, എന്തേ റസൂൽ ഇതിങ്ങനെ നിരന്തരം പ്രാർത്ഥിക്കാനുള്ള കാരണം? അപ്പോൾ അവർ പറയുകയാണ്, ഞാനും ചോദിച്ചു ഈ ചോദ്യം റസൂലിനോട്. എന്തിനാ റസൂൽ ഈ പ്രാർത്ഥന എത്ര തോറും ഇങ്ങനെ പ്രാർത്ഥിക്കണം, എന്തിനാ? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി, ഓരോ മനുഷ്യരുടെയും ഹൃദയം മാമിൻ കൽബിൻ ഇല്ലാ വഹു മുഅല്ലഖും ബൈന ഇസ്ബഅൈൻ, ഓരോ മനുഷ്യരുടെയും ഹൃദയം അള്ളാഹുവിൻ്റെ 2 വിരലുകൾക്കിടയിലാണ്. അവൻ ഉദ്ദേശിക്കുമ്പോൾ അതിനെ മറിച്ചു കളയും, അല്ലെങ്കിൽ നേരെ നിർത്തും. അത് വല്ലാത്തൊരു ചിത്രീകരണമാണ്. എന്തിനാ അങ്ങനെ അള്ളാഹിനോട് ഈ ഹൃദയത്തെ നന്നാക്കണേ, ഹൃദയത്തെ ഉറപ്പിച്ചു തരണേ പ്രാർത്ഥിക്കണം? എന്തിനാ? അപ്പം നബി പറയാണ്, അള്ളാഹുവിൻ്റെ 2 വിരലുകൾക്കിടയിലാണ് മനുഷ്യൻ്റെ ഹൃദയം. അവൻ ഉദ്ദേശിച്ച് അതിനെ മറിച്ചിടും, അല്ലെങ്കിൽ നേരെ നിർത്തും. ഇതെങ്ങട്ടാ പോകുക എന്നറിയില്ല.
അതുകൊണ്ടാണ് ഞാൻ അതിങ്ങനെ നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ്. അത്തരത്തിലുള്ള പ്രാർത്ഥനകളെക്കുറിച്ചൊക്കെ വേറെയും പഠിപ്പിക്കുന്നുണ്ട്. സമാനമായ ചോദ്യം മറ്റൊരുക്കെ ചോദിച്ചപ്പോൾ റസൂല് പറഞ്ഞത്, അള്ളാഹുവിൻ്റെ 2 വിരലുകൾക്കിടയിലാണ്, അവൻ ഉദ്ദേശിക്കുന്നത് പോലെ അതിനെ മറിച്ചിടുമെന്നാണ്. അവൻ ഉദ്ദേശിക്കുന്ന പോലെ ഹൃദയത്തെ മറിച്ചിടുമെന്നാണ്. അതുകൊണ്ടാണ് യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, അല്ലാഹുമ്മ യാ മുസരിഫൽ ഖുലൂബ് സരിഫ് ഖുലൂബനാ അലാ ത്വാഅതിക്. ഇത്തരത്തിലുള്ള പ്രാർത്ഥനകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധികരിപ്പിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പം നിരന്തരമായ പ്രാർത്ഥന എല്ലാ തരത്തിലുള്ള മാനസിക രോഗങ്ങളിൽ നിന്ന്, ഹൃദയത്തിൻ്റെ രോഗങ്ങളിൽ നിന്നും മുക്തി നേടാൻ പടച്ചറബിനോട് നിരന്തരം നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അതുകൊണ്ടാണല്ലോ കണ്ണാടി നോക്കുമ്പോൾ പോലുമുള്ള പ്രാർത്ഥന എന്താ? പടച്ചോനെ പുറം നന്നാക്കിയ പോലെ ഉള്ളു നന്നാക്കി തരണേന്നാ നമ്മൾ പറയാറുണ്ടോ? മുഖം നോക്കാനും തല ചെയ്യുവാനും നിങ്ങൾ കണ്ണാടിക്ക് മുമ്പിൽ പോയി നിൽക്കുമ്പോൾ പ്രാർത്ഥന ഉണ്ട്. എന്താ അതിൻ്റെ ആശയം? എൻ്റെ പുറം നന്നാക്കിയതുപോലെ എൻ്റെ അകം നന്നാക്കി തരണേ. ഈ അകം നന്നാക്കാനുള്ള പണികളാണ് ഈ പറയുന്നത്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മനുഷ്യൻ്റെ ഹൃദയം എന്ന് പറയുന്നത് മരുഭൂമിയിൽ ഒരു മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന തൂവൽ പോലെയാണെന്ന്. ഇത് വല്ലാത്തൊരു ചിത്രീകരണമാണത്. മസലുൽ കൽബി മസലുർ റീഷ്, മരുഭൂമിയിൽ, കാറ്റടിക്കുന്ന മരുഭൂമിയിൽ ഒരു മരത്തിൻ്റെ കൊമ്പിൽ തൂക്കിയിട്ട തൂവലിനെ പോലെയാണ് മനുഷ്യൻ്റെ ഹൃദയം. ഈ കാറ്റടിക്കുമ്പോൾ തൂവൽ ഇങ്ങനെ മാറി മറിയുന്നത് പോലെ മനുഷ്യൻ്റെ ഹൃദയവും അങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കും, മറുപുറം മറിഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് അതിനെ ഉറപ്പിച്ചു നിർത്താൻ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാ മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ പറഞ്ഞത്. ശരീരം രോഗമാകുന്നത് പോലെ ഹൃദയത്തിന് രോഗം വരും. അതിൻ്റെ ശമനം പശ്ചാത്താപമാണ്. കണ്ണാടിയുടെ നിറം മങ്ങുന്നത് പോലെ ഹൃദയത്തിൻ്റെയും നിറം മങ്ങും, അതിനും കറപിടിക്കും. അതിൻ്റെ പരിഹാരം ദൈവസ്മരണയാണ്. ശരീരം വിരൂപമാകുന്നത് പോലെ ഹൃദയവും വിരൂപമാകും. അതിനെ അലങ്കരിക്കേണ്ടത് ദൈവഭക്തി കൊണ്ടാണ്. ശരീരത്തിന് ദാഹിക്കുന്നത് പോലെ ഹൃദയത്തിന് ദാഹവും വിശപ്പും ഉണ്ടാകും. ആ ഹൃദയത്തിൻ്റെ ദാഹവും വിശപ്പും മാറ്റേണ്ടത് സ്നേഹവും വിജ്ഞാനവും തവക്കുലും സേവന പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ്. അതാണ് അതിൻ്റെ ഭക്ഷണം പാനീയം എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയം അത് വല്ലാത്തൊരു സംവിധാനമാണ്. ശാസ്ത്രീയമായിട്ട് വേറെ, ആത്മീയമായിട്ട് ഇങ്ങനെയും. അതൊരത്ഭുതമാണ്. ആ ഹൃദയത്തെ നന്നാക്കിയാൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. നമ്മളെത്ര തന്നെ പുറമോടിയുണ്ടെങ്കിലും ആ ഹൃദയത്തെ തേച്ച് മിനുക്കി വൃത്തിയാക്കി ഇപ്പറഞ്ഞ അവസ്ഥകളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് ഹൃദയത്തിനെ ബാധിക്കുന്ന അന്ധത, അതിനെ ബാധിക്കുന്ന കറകൾ, ഇതൊക്കെ തന്നെയും കഴുകി വൃത്തിയാക്കി ഏറ്റവും നല്ല ശുദ്ധ മനസ്സിൻ്റെ ഉടമയായി നാളെ പടച്ചറബിനെ കണ്ടുമുട്ടാൻ, അല്ല അള്ളാഹുവിൻ്റെ മാലാഖമാർ വന്ന് വിളിക്കുമ്പോൾ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന എന്ന് പറഞ്ഞിട്ട് സമാധാനം പ്രാപിച്ച ആത്മാവേ എന്ന് മലക്കുകൾ വിളിക്കുന്ന ആ ഹൃദയത്തിൻ്റെ ഉടമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അത്തരം ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി